വയനാട് ദുരന്തത്തിൽ മരിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മനസ്സിലൊതുക്കി പ്രാർത്ഥനയിൽ പങ്കുചേരുകയാണ് മരിച്ചവരുടെ ബന്ധുക്കളും. തിരിച്ചറിയാനാകാത്തവരുടെ കൂട്ടത്തിൽ തന്റെ പ്രിയപ്പെട്ട പെങ്ങളുമുണ്ടെന്ന വിശ്വാസത്തിൽ പുത്തുമലയിലെത്തിയ യൂസഫ് ആ ദുഃഖം പങ്കുവച്ചു. പുത്തുമലയിൽ നിന്നും ശ്യാം കെ വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുത്തുമലയിലെ ഈ ഭൂമിയിൽ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ മൃതദേഹങ്ങൾ കാത്തിരിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവരിൽ ഒരാളാണ് യൂസഫ്. നമുക്ക് അവരോട് ചോദിക്കാം, യൂസഫ്, എങ്ങനെയാണ് നിങ്ങളൊരു ഇവിടെ വരാൻ കാരണം എന്താണ്? അന്നേരം ബോഡികൾ തിരഞ്ഞിട്ട് ഇതുവരെയും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പേരുടെ ബോഡികളൊക്കെ നിലമ്പൂരിൽ നിന്ന് വരുന്നതൊക്കെ കാത്തുനിന്ന് ഒരുപാട് വിഷമിച്ചു. അപ്പോൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു അതുകൊണ്ടല്ലേ, നമ്മളെ പെങ്ങളല്ലേ, ഒരു ബോഡി നമുക്ക് കിട്ടി, നമ്മുടെ മോളിൽ കിട്ടി. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിച്ചു വരിക. എല്ലാ കൂട്ടത്തിലെ കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിലുണ്ടെന്ന് സമാധാനം ഉണ്ടാവില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ട് വന്ന ഭയങ്കര വിഷമങ്ങളുണ്ട്. ഇവിടെ ഒന്നിച്ച് സംസ്കരിക്കുന്നതിൽ അങ്ങനെ എപ്പോഴെങ്കിലും വരുന്നത് ഒരു അഭിപ്രായം പറ്റില്ല. സൗഹാർദ്ദമായിട്ട് എല്ലാവരും കൂടി ചെയ്യണമല്ലേ, അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളെയല്ല, സന്തോഷമുള്ളൂ. എല്ലാ ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് കാണുന്നതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് വന്നിട്ട് കാണുകയും ചെയ്യാം. ഒരു മറുപടി ചെയ്തതിന് കാണുകയും ചെയ്യാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നത്തിൽ മൊത്തത്തിൽ വന്നിട്ട് എല്ലാം ചെയ്യണമല്ലേ, സന്തോഷമുള്ളൂ എല്ലാ കാര്യത്തിലും. ഈ കാണാൻ സാധിക്കാത്തതിൽ ഭയങ്കര പ്രശ്നമുണ്ട്. നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ ചെയ്യണ മാതിരി അല്ലല്ലോ, ഓടി കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും സംഭവം അറിയാലോ, എല്ലാ കാര്യങ്ങളിലും വിഷമം തന്നെ, ഭയങ്കര വിഷമം തന്നെ. ഒരു മുകളിൽ ഞങ്ങൾ ചെയ്തു. അന്ന് പക്ഷെ തന്നെ നിലമ്പൂർ പോയിട്ട് കൊടുത്തിട്ട് മുകളിൽ കിട്ടി പേരക്കുട്ടീനെ. പിന്നെ 3 പേര് രക്ഷപ്പെട്ട്. ബാപ്പ, ഓൻ്റെ മോള്, പിന്നെ ഒരു മോളും നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ട് ഒരു ഹോസ്പിറ്റലിലായിരുന്നു. ഒരു 2 പേര് ഡിസ്ചാർജ് ചെയ്തു, മോളും തള്ളയും ഡിസ്ചാർജ് ചെയ്ത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ? ഇവിടെ നമ്മളെല്ലാം നമ്മളെ ഏട്ടന്മാരും മറ്റുള്ളവരും നമ്മുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ 7 പേരാളുണ്ട്, മക്കൾ 7 പേരാണ്. അതിൽ ഒരാളിപ്പോൾ പോയത് എൻ്റെ ഇളയതാണ്. ഇവിടെ വന്നിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക, അതാണ് അതന്നെ മെയിൻ. മനസ്സിൽ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതന്നെ നമ്മളെ പ്രശ്നം, വേറെ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇത്തരം സങ്കടക്കടൽ ഒരുപാട് പേർക്ക് പറയാനുണ്ട്. മനസ്സിൽ ഈ പറയുന്ന പോലെ തിരിച്ചറിയാനാവാത്തതാണെങ്കിൽ പോലും അത് ഓരോരുത്തരും തങ്ങളുടെ ഉറ്റവരാണ്, ബന്ധുക്കളാണ് എന്ന് സമാധാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുക, മനസ്സുകൊണ്ട് അവരോടൊപ്പം നിൽക്കുക എന്നതാണ് ഇവിടെ ഓരോരുത്തരും ചെയ്യുന്നത്. അതിൽ ഒരു വ്യത്യാസവുമില്ല, മതമോ ജാതിയോ വർണ്ണമോ ഒന്നും വ്യത്യാസമില്ലാതെ അക്കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നുവെന്നതാണ് ഇവിടെ ഇന്ന് കാണുന്ന ഈ കാഴ്ച. പുത്തൂർ മലയിൽ നിന്നും ക്യാമറമാൻ അമർജിത്ത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.